ദീനീ പരിപാടിക്ക് പോകാത്തതിന്റെ പേരിൽ എന്തേ മോളെ ഈ പോവാത്ത്, എന്തടേ ഈ പോവാത്ത്, 125 ഉറുപ്യ കൊടുത്ത ബസ്സിൽ എനിക്ക് അവിടെ പോയി അത് കേട്ടു പോന്നൂടായിരുന്നോ എന്ന് ചോദിക്കുന്നില്ലെങ്കിൽ അന്ന് ഉമറിന്റെ മുൻപിൽ ആ കുട്ടി പറഞ്ഞതും നമ്മളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, ഒരു വ്യത്യാസവുമില്ല. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിന്റെ തിരുദൂതൻ ഓർമ്മപ്പെടുത്തിയതും അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയാ, മക്കളും പൈസയൊക്കെ ദുനിയാവിലെ അലങ്കാരം മാത്രം, അത് ഏത് നിമിഷവും പോവും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി മനുഷ്യരെ, ഇശാ ജമാഅത്തിന് ബാപ്പന്റെ കൂടെ നിസ്കരിച്ച 4 ആൺകുട്ടികൾ സുബഹി ജമാഅത്തിന് പടച്ചോന്റെ അടുത്ത. സങ്കല്പിക്കാൻ പറ്റുമോ? 1 പോവുകയായിരിക്കും നമ്മൾ ചൊറിയാൻ, ഇല്ലെ 2 എണ്ണം ഇല്ലാണ്ടാകുകയായിരിക്കും, ഇല്ലെ 3 എണ്ണം പോവുകയായിരിക്കും. ഉള്ള 4 എണ്ണത്തിനെയും പടച്ചോൻ തിരിച്ചു വിളിച്ചിട്ടുണ്ടെങ്കിൽ അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയാ, ദുനിയാവിലെ മുതലും പൈസയും ദുനിയാവിലെ പവറും പത്രാസും ഒക്കെ അള്ളാന്റെ ഒരു അലങ്കാരം മാത്ര. അവിടെ നമുക്ക് ഉപകാരപ്പെടുന്നത് നമ്മളെ കുടുംബമാണെങ്കിൽ നമ്മളെ മക്കളെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതിയിൽ, നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയിലല്ല, നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയിലായിരുന്നു വളർത്തുന്നതെങ്കിൽ ലോകത്തൊരിക്കലും അള്ളാഹുവിന്റെ ദീന് പ്രചരിപ്പിക്കപ്പെടൂല.